സമീപകാലത്ത് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ സിനിമയാണ് ലോക. എനിക്ക് തോന്നുന്നു സിനിമ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. നമ്മളൊക്കെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇടം നേടിയ ഒരു കൊച്ചു മിടുക്കിയുണ്ട്. ടീ ടോക്സിൽ ഇന്ന് ദുർഗക്കുട്ടിയാ, നമ്മുടെ കൊച്ചു നീലി. സിനിമ കണ്ട് ഇറങ്ങുന്ന സമയത്ത് ആൻറ്റി വിചാരിച്ചത് എന്താണെന്നറിയോ? ആദ്യം കണ്ട കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനൊരു ഉമ്മ തരണമെന്ന്. എന്തൊക്കെയാ വിശേഷങ്ങൾ മോളുടെ? ഇപ്പൊ നല്ല വിശേഷം ആണ്. ഇപ്പൊ സൂപ്പർ ഹീറോ ആണ് സ്കൂളില്. ഫ്രണ്ട്സൊക്കെ കണ്ടോ സിനിമ? ആ ഫ്രണ്ട്സ് ഒക്കെ കണ്ടു. നല്ല എന്ത് പറഞ്ഞു എല്ലാവരും? എല്ലാവരും നല്ല അഭിപ്രായം അതെ അല്ലേ? നമുക്ക് ആദ്യം സിനിമാ വിശേഷങ്ങളിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ. എങ്ങനെയാണ് മോള് സിനിമയിലേക്ക് വന്നത്? അത് അച്ഛൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ആഷ്ലി അങ്കിള് പറഞ്ഞിട്ട്. അപ്പോൾ ആ അങ്കിള് അച്ഛനോട് എൻ്റെ മാർഷൽ ആർട്സിൻ്റെ, ഞാനും ഏട്ടനും ചെയ്യണ ഒരു ഫൈറ്റിൻ്റെ മാർഷൽ ആർട്സ് അയച്ചു കൊടുത്തു. അപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടർ വിവേക് അങ്കിളുണ്ട്. ആ അങ്കിള് ഇവർ രണ്ടുപേരും കൂടി നോക്കി, എന്നിട്ട് എന്നെ ഓഡീഷൻ വിളിച്ചു, ചെറുതായിട്ട് നിർത്തി. അപ്പോൾ അതിൽ സെലക്ട് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ഓഡീഷൻ? എങ്ങനെയുണ്ടായിരുന്നു ഓഡീഷൻ? എനിക്ക് നന്നായിട്ട് മനസ്സിലാവണ രീതിയിലേക്ക് പറഞ്ഞു തന്നത് വിവേക് അങ്കിള്. അതിൽ ഒരു 3-4-5 തരത്തിലാണ് ഇങ്ങനെ ഉണ്ടായിരുന്നത്. എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരും. ആദ്യം ഇങ്ങനെ പറഞ്ഞുതരും, ഇതാണ് തീം എന്ന് പറഞ്ഞുതരും, അത് ഉണ്ടാക്കി ഞാൻ ചെയ്യണം. ഇങ്ങനെയാണ് ഫൈറ്റിന്റെ കാര്യം തന്നെയായിരുന്നു മോളോട് പറഞ്ഞത്? അല്ല, ഫൈറ്റ് ആയിരുന്നില്ല, ഇത് അഭിനയത്തിന്റെ ആയിരുന്നു. ആദ്യം നമ്മുടെ കഴിവുകൾ ചെയ്യാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ മറിച്ചില്, ഫ്ലിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആക്ടിങ്ങിന്റെ ഇതോട് നോക്കി. ആൻറ്റി ശ്രദ്ധിച്ച ഏറ്റവും വലിയൊരു കാര്യമാണ് മുഖത്ത് മിന്നിമറിയുന്ന ഭാവം അല്ലേ? അതെങ്ങനെയാ സാധിക്കുന്നത് അങ്ങനെ? അത് എനിക്കിവിടെ കളരിയുടെ ഒപ്പം തന്നെ, മാർഷൽ ആർട്സിന്റെ ഒപ്പം തന്നെ എനിക്ക് അച്ഛൻ ആക്ടിങ്, എനിക്കായാലും ഏട്ടനായാലും പഠിപ്പിച്ചു തരാറുണ്ട് ആക്ടിങ്. അപ്പോൾ പണ്ട് തൊട്ടിട്ട് അതിന്റെ വീഡിയോ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അച്ഛൻ അങ്ങനെ ചിരി, ദേഷ്യം, കരച്ചില്, അങ്ങനെ ഒരു 3 വയസ്സിൽ പറഞ്ഞ വീഡിയോ ആയിരിക്കുന്നുണ്ട് അവിടെ. ആ സമയത്തോട്ട് തന്നെ അച്ഛൻ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ? അച്ഛനും അമ്മയും പറഞ്ഞു തരാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അമ്മയും പറഞ്ഞു തരാറുണ്ട്. ഈ സിനിമ കണ്ടിറങ്ങിയപ്പോഴേ ആൻറ്റി മോളെ കുറിച്ച് കുറച്ച് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു. അപ്പോഴാണ് ഭദ്രനാരി എന്ന് പറഞ്ഞ് ഷോർട്ട് ഫിലിം കണ്ടത്. അത് ഞാൻ ഫുള്ള് കണ്ടു. അന്ന് എത്രയായിരുന്നു വയസ്സ് മോൾക്ക്? അന്ന് എനിക്ക് 8 വയസ്സാണ്. 8 വയസ്സുള്ളപ്പോൾ ചെയ്ത. അതിൽ തന്നെ 1-2 സീനിൽ പറയുന്നുണ്ട് അല്ലേ? ഒരു സീനിൽ ആ TV ഓഫാക്കുന്നിടത്ത് മോളൊരു കാര്യം പറയുന്നുണ്ട് അല്ലേ? എന്താണ്? ഇതൊന്ന് ഓഫാക്കിക്കൂടെ എന്ന് പറയുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് പിന്നെ മുത്തച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പം ഒരു വളരെ സങ്കടത്തോടെ, ഇതെന്താ ദേവി എനിക്ക് തന്നൂടെ എന്ന് വയ്ക്കുന്നുണ്ട് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഭദ്രയിൽ നിന്ന് കാളിയിലേക്കുള്ളൊരു മാറ്റമുണ്ട്. ആ ഒരു സിനിമയിൽ തന്നെ മോളുടെ ടാലൻറ്റ് ഏകദേശം എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് ഇപ്പോൾ വലിയ കുട്ടിയായി അല്ലേ? കുറച്ചും കൂടി വലുതായി. ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കണ മോള്? ഇപ്പൊ 6th ക്ലാസ്. 6th അപ്പോൾ ഭാവങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അലർച്ചയൊക്കെ ഭയങ്കര അല്ലേ? എങ്ങനെയാണ് ഇവിടെ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണോ? ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളരിയിലത്തെ എല്ലാ കുട്ടികൾക്കും ആക്ടിങ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. കളരിയാണ് ബേസ്. ശരിക്കും എല്ലാതും ഉണ്ട്, കരാത്തെ, കുംഫു, തായ്ക്കൊണ്ട, അങ്ങനെ എല്ലാതും ഉണ്ട്. അതിന് കുറച്ചേശ്ശെ പഠിച്ചു തരുന്നു. ഇവിടെ കളരിയിലത്തെ എല്ലാ കുട്ടികൾക്കും ഇതുപോലെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ എനിക്കൊരു ഇപ്പോൾ അവസരം കിട്ടിയെന്നുള്ള ഒരു ഭാഗ്യം. പക്ഷെ കളരിയിലുള്ള എല്ലാ കുട്ടികളും നന്നായിട്ട് ചെയ്യണതാണ്. ശബ്ദവും ഭാവവും എല്ലാം അച്ഛൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ സിനിമയിലേക്ക് പോകുമ്പോൾ മോള് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ദുൽഖർ ഉണ്ട്, കല്യാണി ഉണ്ട്, ഇതൊക്കെ അറിയായിരുന്നോ? കല്യാണി ചേച്ചി ഉണ്ടെന്ന് മനസ്സിലായി. കാരണം കല്യാണി ചേച്ചിയുടെ ചെറുപ്പകാലം ചെയ്യണമെന്ന് മനസ്സിലായി. പക്ഷേ DQ അങ്കിളായിട്ട് ഒന്നിച്ചേട്ടൻ ഉണ്ടോന്നൊക്കെ അറിയണ്ടായിരുന്നു. പിന്നെ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതെ, ഇത് അഭിനയിച്ചിട്ട് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ എന്താ തോന്നിയത്? ഇത് ഞാൻ തന്നെയാണോന്ന് തോന്നിയോ? ഒന്നും പറയില്ല. ശരിക്കും അമ്മയൊക്കെ ശരിക്കും ആനന്ദക്കണ്ണീര് അമ്മയൊക്കെ. അമ്മ കരഞ്ഞു. പിന്നെ ഏട്ടന് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മുട്ടാറുണ്ട്. എന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കൂടാന്ന് പറയില്ല. ഇപ്പൊ കളരിയുടെ ഇടയില് ഏട്ടൻ ജസ്റ്റ് ഇങ്ങോട്ട് തോണ്ടി ഞാൻ അങ്ങോട്ട് പോകുന്നത്, അങ്ങനെ അങ്ങോട്ടും ഇടയ്ക്ക് ചെറുതായിട്ട് തല്ലുകൂടാറുണ്ട്. പക്ഷെ ഏട്ടനെ അടക്കം കരഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നീ എന്താ കരയെന്ന് ചോദിച്ചു. അത് കണ്ണില് പൊടി പോയതെന്ന് പറഞ്ഞു. ശരിക്കും കഥ കേട്ടിരുന്നോ മോള്? ഫുള്ള് കഥ പറഞ്ഞു തന്നിരുന്നോ? ഫുള്ള് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഭാഗം ആ ഭാഗം മാത്രം അവിടെ ചെന്നപ്പോ എനിക്ക് പറഞ്ഞു തന്നു. നീലിനെ കുറിച്ച് അറിയോ മുന്നേ? കേട്ടിട്ടുണ്ടോ മോള്? അച്ഛൻ പറഞ്ഞതുണ്ട്, അച്ഛനമ്മയും കൂടിയിട്ട് പറഞ്ഞു. ഈ പ്രേതകഥകള്, യക്ഷിക്കഥകള് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാന് ഉറങ്ങണ സമയത്ത് ഞാൻ അച്ഛനോട് ചോദിക്കുക, അച്ഛൻ ഒരു കഥ പറഞ്ഞിരുന്നു. അപ്പോൾ അച്ഛൻ ഉണ്ടാക്കിയിട്ട് പറയും. കാരണം അച്ഛൻ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അച്ഛൻ ഉണ്ടാക്കിയിട്ട് ഓരോ വെറൈറ്റി ആയിട്ട് പറഞ്ഞുതരും. സിനിമ ഷൂട്ടിങ്ങിനിടയ്ക്ക് നീ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടല്ലേ?
എങ്ങനെയായിരുന്നു മോളത് ആ സമയത്ത്? അതിനെ ചെറിയൊരു കുട്ടിയാണ്, വലിയൊരു ഷൂട്ടിംഗ് സ്ഥലമാണ്, ഒരുപാട് ആൾക്കാരുണ്ട്. ആൻറ്റി വായിച്ചതാണ് നീ ഇഞ്ചുറി പറ്റി, എന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സഹിച്ചിട്ടാണ് ചെയ്തതെന്ന്. അത് ആ കുന്തത്തുമ്മ ചവിട്ടി കുത്തണ സീനായിരുന്നു. അതിലെ ആദ്യത്തെ ടേക്ക് പോയി, അത് ഒന്നുകൂടി ശരിയാക്കാണ്ടായിരുന്നു. രണ്ടാമത്തെ ടേക്കിൽ ഞാൻ ചവിട്ടി, റോപ്പിന്റെ വേറൊന്നുമല്ല, എൻ്റെ കാല് സ്ലിപ്പായി, ആ കുന്തത്തുമ്മ സ്ലിപ്പായി. എന്നിട്ട് നേരെ പോയി മുട്ടും പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ കറക്റ്റ് മുട്ടിൻ്റെ ഈ ജോയിൻറ്റുമ്മയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ നടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് അച്ഛൻ അവർ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞു. അച്ഛൻ വന്ന് പതുക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഒഴിഞ്ഞു. അച്ഛൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, അമ്മയും ചെയ്യുന്നുണ്ട്. അമ്മ ശരിക്കും എഞ്ചിനീയർ ആവാൻ നിന്നതായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോ ഈ ഒരു ക്ലൈമറ്റും പിന്നെ അമ്മയും ഇതും പഠിച്ചു. അതിനുശേഷമാണ് അമ്മ കളരി ചെയ്യോ? ആ അമ്മ ശരിക്കും അമ്മയും ഞാനും ഏട്ടനും അച്ഛൻ്റെ ഗുരു അല്ല സ്റ്റുഡൻ്റ് ആണ്. അച്ഛൻ ഞങ്ങളുടെ എല്ലാവരെയും ഗുരു. മോളും പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ഞാൻ പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആരെയൊക്കെയാ പഠിപ്പിക്കുന്നത്? ഈ നാട്ടിലുള്ളവർ തന്നെയാണോ മോളുടെ സ്റ്റുഡൻസ്? അതെ, അമ്മമാർക്കും പഠിപ്പിക്കുന്നുണ്ട്, ചെറിയ കുട്ടികൾക്കും പഠിപ്പിക്കുന്നുണ്ട്. സിനിമയിലെ ദംഷ്ട്ര അല്ലേ, ലെൻസ്, പിന്നെ റോപ്പ് കിട്ടണം. അപ്പൊ വേദന ഉണ്ടായിരുന്നോ എവിടെയെങ്കിലും ഇതൊക്കെ ചെയ്യുമ്പോ? ആദ്യമൊക്കെ റോപ്പ് കെട്ടിയപ്പോ അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ തന്നെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നുണ്ട് റോപ്പിന്റെ. അപ്പോൾ എനിക്ക് എന്നാലും ചിലപ്പോൾ കുഞ്ഞുകുട്ടിയായതുകൊണ്ട് വേദന എടുക്കുക വെച്ചിട്ട് എനിക്ക് അവിടുത്തെ മുരളി എന്ന് പറഞ്ഞൊരു മാസ്റ്റർ ഉണ്ട്. ആ മാസ്റ്റർ എനിക്ക് പാഡൊക്കെ വെച്ച് തന്നിട്ട് മൊത്തം സെറ്റ് ചെയ്തിട്ട് മൊത്തം എല്ലാതും പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ആ മാസ്റ്റർ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ വെച്ച് കെട്ടിത്തന്നു അല്ലേ? ഈ ദംഷ്ട്ര ആൻറ്റി നോക്കട്ടെ ഇവിടെ എവിടെയും കാണാനുണ്ടോന്ന്. അവിടെ 2 പല്ലുണ്ടല്ലേ അങ്ങനെ ഇവിടെ ആയിട്ട്. അപ്പൊ പിന്നെ എവിടെ വെച്ചത്? ഇവിടെ വെച്ചു അല്ലേ? ഇങ്ങനെ കേറ്റിട്ട് എന്റെ അളവിലെടുത്തിട്ട് കേറ്റിട്ട് വെച്ചു. അതപ്പോ വായ തുറക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ചെയ്യുമ്പോ? അതുപോലെ തന്നെ ഓടി വരുന്നൊരു സീനില്ലേ, അതെത്ര ഷോട്ട് എടുത്തു? ശരിക്കും ഓടിയ നെഞ്ചിലേക്ക് കുത്തുന്നൊരു സീൻ, പറന്ന് വന്നിട്ട് താഴേക്ക് അല്ലേ, എത്ര പ്രാവശ്യം എടുത്തിരുന്നു ആ സീൻ? ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സീൻ അല്ലേ അത്? 2 പ്രാവശ്യം എടുക്കേണ്ടി വന്നുള്ളൂ. 2 പ്രാവശ്യം വന്നുള്ളൂ, അപ്പോഴേക്കും ശരിയായി. പിന്നെ അതുപോലെ തന്നെ മോളും ആ പട്ടിയും ഓടുന്ന സീൻ സൂപ്പർ അല്ലേ? അവിടെ ഒന്നും പറയാനില്ല, കാരണം അത്രയും ഭംഗിയായിട്ടാണ് ആ സീൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആ പട്ടിക്കുട്ടി? അത് ശരിക്കും എൻ്റെ വീട്ടില് ഈവ എന്ന് പറഞ്ഞൊരു പട്ടിക്കുട്ടിയുണ്ട്, അതിനെ പോലെ കറക്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നു. ഞാൻ പെട്ടെന്ന് ഈവ വിചാരിച്ചു, പക്ഷെ അത് ശരിക്കും നല്ല ഫ്രണ്ട്ലി ആണ്. അതിനങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അത് വേറെ കടിക്കേ മാന്തേ ഒന്നും ചെയ്തിട്ടില്ല, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പൊ അതിന്റെ പേര് മണി എന്നാണ്. അപ്പൊ ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വരും, അങ്ങനെ മൊത്തം നല്ല ഫ്രണ്ട്ലി ആണ്. എന്നെ തട്ടിയിടാൻ നോക്കി, അങ്ങനെ ഒന്നും ചെയ്തില്ല. ആന്റിയുടെ മനസ്സിൽ തട്ടിയൊരു സീനാണ് മോള് പൊക്കോന്ന് അമ്മ പറയുന്നത് അല്ലേ? ശരിക്കും സങ്കടം വന്നിട്ടുണ്ടായിരുന്നു അന്നേരം? അത് ഞാൻ ഇന്നലെയോടും കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് എപ്പോ എൻ്റെ ഭാഗം വരുമ്പോ എപ്പോഴും ഞാൻ കരയും. കല്യാണി ചേച്ചിയുടെ ഭാഗം വരുമ്പോ ഞാൻ ശരിക്കും ഒന്ന് ത്രില്ലടിച്ചേക്കും. എന്നാ നസ്ലിൻ ചേട്ടന്റെ ഭാഗം വരുമ്പോ ഞാൻ ചിരിക്കും. അങ്ങനെ മൊത്തം ചിരിയുണ്ട്, സങ്കടമുണ്ട്, ത്രില്ലടിക്കുന്ന ഭാഗമുണ്ട്. പിന്നെ വേറൊരു കാര്യം ആൻറ്റി വായിച്ചത്, മോൾക്ക് കരച്ചിൽ വരാൻ, അതായത് ഗ്ലിസറിൻ ഉപയോഗിക്കാതിരിക്കാൻ ഒരു സീക്രട്ട് ഉണ്ടായിരുന്നു. ആ സീക്രട്ട് പറഞ്ഞപ്പോൾ ഡയറക്ടർ ആ സീക്രട്ട് പറഞ്ഞു. ശരിക്കും ആൻറ്റി ചോദിക്കണില്ല, അത് അത്രയും സങ്കടമുള്ള എന്തെങ്കിലും ആയിരിക്കും. ഒരു ക്യാരക്ടറൈസേഷനിലേക്ക് മാറുകയാണ്. അപ്പം അങ്ങനെ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ആ സീൻ എടുത്തത് അല്ലേ? അപ്പം അത്ര വേഗം ഒരു കാര്യത്തെ മനസ്സിലേക്ക് എടുക്കാൻ മോൾക്ക് സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ ക്യാരക്ടറിലേക്ക് മാറുന്നത്? എനിക്ക് ശരിക്കും നല്ല കാര്യം പറഞ്ഞു തന്നപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പോൾ മനസ്സിലായപ്പോൾ എനിക്ക് ശരിക്കും അങ്ങനെ ഒരു ഇമോഷണൽ ഇതായിരുന്നു. ശരിക്കും എനിക്ക് കരച്ചിൽ വന്നു. പിന്നെ ആ സീൻ മൊത്തം എനിക്ക് ആ കരച്ചിലിന്റെ ഭാഗം കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഡോമന് അങ്ങോട്ട് ചെന്നിട്ട് പതുക്കെ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. മനസ്സിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ആ സീൻ ചെയ്തത്. പിന്നെ ഏതൊക്കെ സീനാണ് ഏറ്റവും ഇഷ്ടമുള്ള സീൻ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാതും ഇഷ്ടമാണ്. നല്ല കുറച്ചുകൂടി ഇപ്പൊ വീണ്ടും ചെയ്യണമെന്ന് തോന്നുന്നത് ഫൈറ്റ് തന്നെയാണ്. ഫൈറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള മൂവിയാണ് കൂടുതൽ ഇഷ്ടം. അതെ. പിന്നെ സൂപ്പർ ഹീറോ പടം കാണാറുണ്ടോ മോള്? കാണാറുണ്ട്. ഏതൊക്കെ സൂപ്പർ ഹീറോയിനെ?
ബ്രൂസ്ലിയുടെ അതൊക്കെ കാണാറുണ്ട്. പിന്നെ ഫൈറ്റ് ഒക്കെ ബ്രൂസ്ലിയുടെ ഒക്കെ ഫൈറ്റ് ഒക്കെ കണ്ടിട്ടുണ്ട്. അത് ശരി. അപ്പൊ ജാക്കി ചാന്റെയും കണ്ടിട്ടുണ്ട് അല്ലേ? ജാക്കി ചാന്റെ ആ സാറിന്റെ കുറെ ഫിലിംസ് കണ്ടിട്ടുണ്ട്. പിന്നെ പിന്നെ സാധാ ഏട്ടനൊക്കെ ഇടയ്ക്ക് കാണുമ്പോൾ ഞാനും ഇടയ്ക്ക് സ്പൈഡർമാൻ അങ്ങനത്തെ ഒക്കെ കാണാറുണ്ട്. ഇപ്പൊ ആന്റി ഒരു ചോദ്യം ചോദിക്കട്ടെ, സ്പൈഡർമാൻ ആണ് അല്ലെ ഒരു സൂപ്പർ ഹീറോ ഇഷ്ടമുള്ള? അങ്ങനെയല്ല, എനിക്ക് ഒരെണ്ണം മാത്രമായിട്ട് ഇഷ്ടമൊന്നുമല്ല, എല്ലാം. അപ്പൊ ആ സൂപ്പർ ഹീറോസിന്റെ ഒക്കെ കൂടെ കൊച്ചു നീലിനെയും കൂടി തരികയാണ്, അപ്പൊ ആരെയാണ് ഇഷ്ടം? അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ആ ഇപ്പോഴത്തെ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് കുഞ്ഞു നീലിയാണ്. അപ്പൊ കുഞ്ഞു നീലിയോട് തന്നെ ആയിരിക്കും അല്ലേ ഇഷ്ടം ഉണ്ടാവുക കൂടുതൽ? അങ്ങനെയൊന്നുമില്ല. ഇനി ആന്റി ഒരു കാര്യം പറയാം. ഇപ്പൊ മോള് വളരെയാണ് അല്ലെ, അതിനനുസരിച്ച് ഈ കുഞ്ഞു നീലി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. വലുതാവുമ്പോൾ നമുക്ക് ഒന്നുകൂടി ചെയ്യാൻ തോന്നൂല്ലേ അങ്ങനെയാണെങ്കിൽ ഇതേ ക്യാരക്ടർ? പിന്നെ ഇനി നമുക്ക് സിനിമയിലേക്ക് വരികയാണെങ്കിൽ, ആന്റി അറിഞ്ഞു ദുൽഖർ വിളിച്ചിരുന്നു അല്ലെ, കുറെ മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് മെസ്സേജ് വന്നു. ഡിക്കളൊക്കെ നന്നായിട്ട് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഒരു ഫാനാണെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ടോവിനോ ചേട്ടൻ പറഞ്ഞു ഒരു ദിവസം പറ്റുകയാണെങ്കിൽ ഇങ്ങോട്ട് കളരിക്ക് വരാം, ഒഴിവുള്ള സമയത്ത് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആന്റി ചോദിക്കാണ്, എങ്ങനെയാണ് ടൈം ടേബിൾ മോളുടെ? രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും, എങ്ങനെയാണ്? അത് രാവിലെ ഞാൻ 5 മണിക്ക് എണീക്കും, ഏട്ടൻ 4:30, അച്ഛനമ്മയും 3 മണിക്ക് എണീക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ രാവിലത്തെ ഇതൊക്കെ ചെയ്തിട്ട് റൂട്ടീനൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഒരു മെഡിറ്റേഷൻ ഉണ്ട്, മെഡിറ്റേഷൻ ചെയ്യും. മെഡിറ്റേഷൻ കുറച്ച് നേരം ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഒരു ഹെൽത്ത് മിക്സ് ഉണ്ട്, ഇന എന്ന് പറഞ്ഞിട്ട്. അത് വയർ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അത് നല്ലതാണ്, അത് കഴിക്കും. അത് ചായ ആയിട്ടുള്ള എന്ന് വെച്ചാൽ ചായ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇത് കുടിച്ചാലും മതി. ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതെ അതെ, അത് കുടിക്കും. അല്ലെങ്കിൽ നമുക്ക് പൊടിയായിട്ട് കഴിക്കാം, അങ്ങനെ കഴിക്കാം. പിന്നെ ജലദോഷം ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് തേനായിട്ട് മിക്സ് ചെയ്തിട്ട് ലേഹ്യം പോലെ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് എന്താ പഠിക്കാനുള്ള വെച്ച് പഠിച്ചിട്ട് എന്താണ് ഹോംവർക്കാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്തിട്ട് ഇവിടേക്ക് വരും, കളരിക്ക് വരും. സ്കൂളിലെ ദിവസമാണെങ്കിൽ സ്കൂളിനനുസരിച്ച് കുറച്ച് നേരം ചെയ്യും. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ റെഡി ആയിട്ട് സ്കൂളിൽ പോകും. ഒരു 4 മണി 4:30 ആകുമ്പോൾ തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് ഒരു 5:30 വരെ അതൊക്കെ വരെ ഒരു പഠിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും വൈകിട്ട് പിന്നെ കളരിയില്ല അല്ലേ? വൈകിട്ട് ഇപ്പോൾ ചെയ്യാറില്ല, കാരണം ഇപ്പോൾ എക്സാമും ഇതൊക്കെ ആയതുകൊണ്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 6:30 7 മണിയാകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കും. എന്നിട്ട് നേരത്തെ ഉറങ്ങും, 8 മണിയാകുമ്പോൾ ഉറങ്ങും. രാവിലെ എന്നും 5 മണിക്ക് എഴുന്നേക്കും അല്ലേ? എനിക്ക് തോന്നുന്നു കുറേ കുട്ടികൾക്ക് രാവിലെ എഴുന്നേക്കാൻ മടിയുണ്ട്. അങ്ങനെ ഒരു മടിയില്ല ദുർഗക്കുട്ടിക്ക്, അത് ശീലായി. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാ? അത് ഇംഗ്ലീഷ്. ഇംഗ്ലീഷാ ഇഷ്ടം. ഏത് സ്കൂളിലാണ് മോള് പഠിക്കുന്നത്? ഞാൻ GUPS പുതുർത്തി. ഏത് ടീച്ചറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ടീച്ചറെ പോലെ ഇഷ്ടമില്ല എന്ന് പറയാൻ പറ്റില്ല, എല്ലാ ടീച്ചേഴ്സും ഇഷ്ടമാണ് അല്ലേ? ദുർഗക്കുട്ടി നീന്തൽ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചത്, ഞാൻ 5 വയസ്സ് തൊട്ട് പഠിച്ചതാണ്. ഇവിടെ തന്നെയാണോ പഠിച്ചത്? അതെ അതെ, അച്ഛൻ തന്നെയാണോ പഠിപ്പിച്ചത്? അച്ഛനമ്മയൊക്കെ വേണ്ടിയിട്ട് പഠിപ്പിച്ചത്. എന്തെങ്കിലും ഉണ്ടോ നല്ല ഓർമ്മകൾ ഈ നീന്തൽ കുളത്തിനെ കുറിച്ച്? അത് ഇത് വന്നത് അവിടെ ഫിഷ് ടാങ്കിൽ ഒരു പെട്ടെന്ന് വളരുന്ന ഒരു ചെടി ഉണ്ടായിരുന്നു, ഒരു തരം ചെടിയാണ്. അത് ഏട്ട കുഞ്ഞു കുട്ടിയിലെ അറിയാതെ ഇതിലേക്ക് വന്ന ഒരു കുഞ്ഞൊരു കഷ്ണം ഇട്ടത്. അത് കഴിഞ്ഞിട്ട് മൊത്തം വളർന്നു, അതിൻ്റെ ഉള്ളിൽ മൊത്തം ഞങ്ങൾ പറിച്ച് കളഞ്ഞിട്ട് അവസാനം എത്രയുള്ളൂ. ഇപ്പൊ ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട്. ഇത് ഞങ്ങള് ഇടയ്ക്കത് പറ്റിക്കും, എന്നിട്ട് അപ്പം തന്നെ അത് ഫില്ല് ചെയ്യും, അങ്ങനെ ഇടയ്ക്കത് ചെയ്യാറുണ്ട്. നമ്മൾ സിനിമയിലാണ് നമ്മുടെ ദുർഗക്കുട്ടിയുടെ ഫൈറ്റ് കണ്ടത് അല്ലേ? ഇതാണ് ദുർഗക്കുട്ടിയുടെ തട്ടകം. നമുക്കിതിൻ്റെ അകത്ത് എങ്ങനെയാന്ന് നോക്കാം. ഇതൊന്ന് പറഞ്ഞു തരുമോ ആൻറ്റിക്ക്? ഇവിടെ തൊട്ട് പറഞ്ഞു തന്നോളൂ. ഇത് കാളിയാണ്. ശരിക്കും ഇവിടെയുള്ള ഓരോ വിഗ്രഹങ്ങളും ദേഷ്യത്തിലല്ല, എല്ലാം ശാന്ത രൂപത്തിലാണ് ഉള്ളത്. പൊതുവെ ഫൈറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ദേഷ്യമാണ്, പക്ഷെ എല്ലാം ശാന്താണ്. എന്നുവെച്ചാൽ വേറെ അപകടങ്ങളില്ലാതെ ഞങ്ങൾ പതുക്കാനെ കറക്റ്റ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് തന്നെ ചെയ്യണതാണ്. പിന്നെ ഇവിടെ തന്നെ അച്ഛൻ തന്നെ ഒരു 10 തരം മാർഷൽ ആർട്സുകൾ അറിയാം. മോൾ എത്ര വയസ്സ് തൊട്ടാ മാർഷൽ ആർട്സ് പഠിച്ചു തുടങ്ങി? ഞാൻ 3 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ്. 3.5 വയസ്സില് ബാഹുബലി 2 ഫസ്റ്റ് ഓഡിയോ. അത് ആന്റി ചോദിക്കണം എന്ന് വിചാരിച്ചത്. അതിന്റെ എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ് ബാഹുബലിയുടെ?
അവിടെ നല്ലതായിരുന്നു. അത് മാത്രമല്ല അവിടെ അന്ന് ഞാൻ എത്ര ഉണ്ടായിരുന്നുള്ളൂ അന്ന്. അത് അതിന്റെ വീഡിയോ ഓർമ്മയുണ്ടാ ബാഹുബലിയുടെ ആ സെറ്റിൽ പോയതൊക്കെ? അത് അത്ര അധികം ഓർമ്മയില്ല, ചെയ്തത് പോലെ ഓർമ്മയില്ല. ഞാൻ ആ വീഡിയോ കാണുമ്പോഴാണ് പഠിപ്പിച്ചത് വരെയാണ് ഞാൻ അന്ന് അവിടെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ വീഡിയോ കാട്ടിയപ്പോഴാണ് ഞാൻ അങ്ങോട്ടൊക്കെ പോയിണ്ടായിരുന്നില്ലേ എന്ന് മനസ്സിലായത്. ഇതാരാണ് ഇത് ഒന്ന് പറഞ്ഞുതരൂ. ഇതാണ് ധന്വന്തരമൂർത്തി. പിന്നെ ഗണപതി ഉണ്ട്, ശിവണ്ട്, മുരുകനുണ്ട്, അങ്ങനെ പഞ്ചശില്പം എന്ന് പറയൂത്. ഞങ്ങളുടെ തൊഴണ ഓർഡറില് ആദ്യം ദേവിയുടെ അടുത്ത്, അത് കഴിഞ്ഞാൽ ഗുരുവിന്റെ അടുത്ത് തൊഴും. അവിടെ നമ്മൾ ഇതുവരെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കളും ഉണ്ടെന്ന് സങ്കല്പിച്ചിട്ട് ഇവിടെ തൊഴാം. അത് കഴിഞ്ഞിട്ട് പഞ്ചശില്പത്തിന്റെ അവിടെ, അത് കഴിഞ്ഞിട്ട് അവിടെ ഇടയിൽ ചെറിയൊരു ധന്വന്തരമൂർത്തി ഉണ്ട്, പിന്നെ ഹനുമാൻ, പിന്നെ വീണ്ടും ദേവിയുടെ അവിടെ വന്നിട്ട് തൊഴണം. ഇതാണ് ഞങ്ങളുടെ തൊഴണ ഓർഡർ. രാവിലെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇതാണ് ചെയ്യുക അല്ലേ? ആദ്യം ഇറങ്ങുമ്പോ അവിടെ ഇങ്ങനെ തൊട്ടുകറിയിൽ വെച്ച് ഇറങ്ങും, എന്നിട്ട് തൊഴും. അപ്പൊ ഇവിടെ ഹനുമാൻ ഇവിടെയാണ് മറ്റേ ധന്വന്തരമൂർത്തിന്റെ. പിന്നെ ഇവിടെ തൊഴുതിട്ടാണ് പിന്നെ ഹനുമാന്റെ അടുത്തേക്ക്. പിന്നെ ഇവിടെ തന്നെ പ്രാർത്ഥിക്കുമ്പോ ഒരു ശ്വാസത്തിന്റെ രീതി ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെ 7 തവണ ശ്വാസം എടുക്കണം, പിന്നെ ഇവിടെ 1 തവണ, അവിടെ 5 തവണ, ഇവിടെ 3 തവണ, പിന്നെ തിരിച്ചവിടെ വന്നിട്ട് 1 തവണ ചെയ്യണം. ഇതാരാ ഉണ്ടാക്കിയത് അറിയോ മോൾക്ക്? എങ്ങനെയാണ് ഇത്? അച്ഛനാണ് ഉണ്ടാക്കിയത്. അച്ഛന് ശരിക്കും ഉണ്ടാക്കാൻ അറിയില്ല, ഇങ്ങനത്തെ ഇതൊന്നും അറിയില്ല. അച്ഛൻ യൂട്യൂബിൽ നോക്കിയിട്ട് കുറച്ചൊക്കെ എങ്ങനെയൊക്കെ മിക്സ് ചെയ്യണ്ടേന്നൊക്കെ നോക്കിയിട്ട് ഞങ്ങള് ഇതൊക്കെ ഉണ്ടാക്കാൻ സഹായിച്ചു. ഈ ഇലകളുടെ അതൊക്കെ ഉണ്ടാക്കാൻ സഹായിച്ചു, പിന്നെ മിക്സ് ചെയ്യാനൊക്കെ സഹായിച്ചു. അപ്പോൾ അച്ഛനാണ് ഇത് ഉണ്ടാക്കിയത്. അച്ഛനും പിന്നെ അമ്മയും ഞാനൊക്കെ കൂടിയിട്ട് ഏട്ടനൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട്. മാർഷ്യൽ ആർട്സിൽ തന്നെ എന്തൊക്കെ അറിയാം മോക്ക്? എനിക്ക് മാർഷ്യൽ ആർട്സ് തന്നെ കുറേ തറിയില്ലേ? അതിലേതൊക്കെ? അതിലെ എല്ലാത്തൊന്നും കുറച്ചീശ പഠിച്ചു വരുന്നുള്ളൂ. എൻ്റെ കുറേ നിർത്തിയിട്ടില്ല. മാർഷ്യൽ ആർട്സ് എന്ന് പറഞ്ഞാൽ ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. കടല് പോലെയാണ്, അത്രയധികം ഉണ്ട് പഠിക്കാനുണ്ട്. അതില് കുംഫു, കരാട്ടെ അതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പഠിച്ചു തുടങ്ങിയോ? അതൊക്കെ കുറച്ചീശ പഠിച്ച് ഇങ്ങനെ വരുന്നു. ഇടയിൽ നിന്ന് കുറച്ചീശ എടുത്തിട്ട് പിന്നെ ഞങ്ങൾക്ക് ഓരോ സെക്ഷനായിട്ടാണ് എടുക്കണേ. ഇപ്പോൾ കളരി വിചാരിക്കുക, കളരിയിൽ ഓരോ സെക്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തായ്ക്കൊണ്ട് വിചാരിക്കുക, അങ്ങനെ ഓരോ സെക്ഷൻസ് ഒക്കെ ആയിട്ടാണ് എടുക്കുക. ആന്റി നോക്കിയപ്പോ പഞ്ച്, കിക്ക്, ലോക്ക് അങ്ങനെ കുറെ സംഭവം ഉണ്ടല്ലേ? അതൊക്കെ കഴിഞ്ഞ? അതൊക്കെ പഠിച്ചു കഴിഞ്ഞാ? അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അതെ. കളരി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിന്റെ ബേസ് ആണ് കളരി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ മറ്റുള്ള മാർഷ്യൽ ആർട്സിലേക്ക് പോണത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സെൽഫ് ഡിഫെൻസ് അല്ലേ നമ്മൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതും അല്ലെങ്കിൽ ഇനി വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുള്ള ഏറ്റവും വലിയ കളരിയുടെ ഭാഗം തന്നെയല്ലേ സെൽഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ? കളരിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് കുഞ്ഞെ കുട്ടികൾക്ക് എടുക്കും. കാരണം അവർക്ക് എടുക്കും ഈ കുറേ പഠിച്ചിട്ട് കഴിഞ്ഞ് ക്ലിയർ ആയവരെ തന്നെയാണ് സെൽഫ് ഡിഫെൻസ് ക്ലാസ്സിന് എടുക്കാം. ശനി ഞായറാണ് ക്ലാസ്. ശനിയാഴ്ച 3 മണി തൊട്ട് 6 മണി വരെ, ഞായറാഴ്ച 7 മണി തൊട്ട് 10 മണി വരെ. സെൽഫ് ഡിഫെൻസിനുള്ളവർക്ക് 10 മണി തൊട്ട് പഠിക്കാൻ വരുന്നുണ്ട്. അങ്ങനെ പഠിക്കാൻ പറ്റില്ല. നമുക്ക് ഓരോ സെക്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സെൽഫ് ഡിഫെൻസിലെത്താം. അതിൽ കുഞ്ഞു കുട്ടികളടക്കം സെൽഫ് ഡിഫെൻസിലുണ്ട്. അങ്ങനെ കുഞ്ഞിത് വലുതെന്നനുസരിച്ചല്ല അതിൽ നിർത്താം. അതിൽ പഠിച്ചു കഴിഞ്ഞവരുടെ അനുസരിച്ചാണ് നിർത്താം. അപ്പോൾ 10 മണി തൊട്ട് 11 മണി വരെ എക്സ്ട്രാ ക്ലാസ് സെൽഫ് ഡിഫെൻസ്. ഇനിയിപ്പോൾ ആൻറ്റി പഠിക്കണം എന്ന് വിചാരിച്ചോ? ആൻറ്റി എങ്ങനെയാണ് ആദ്യം തുടങ്ങേണ്ടത്? ആദ്യം ഒരു ബേസിക്സ് തുടങ്ങണം. ബേസിക്സ് ആദ്യം ഗുരുവന്ദനം എന്ന് പറയും. അതിങ്ങനെ ഭൂമിനെ തൊട്ട് വണങ്ങുന്ന ഒരു രീതിയിലായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഓരോ എക്സസൈസുകള്, പിന്നെ അങ്ങനെ കഴിഞ്ഞാൽ ഓരോ സെക്ഷൻസ് ഉണ്ട്. വഴക്കാരും ഇതേമ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഫൈറ്റ്, അത് കഴിഞ്ഞാൽ വെപ്പൺസ്, പിന്നെ കിക്ക്, അങ്ങനത്തെ ഇതൊക്കെ എത്തും. എനിക്ക് തോന്നുന്നു വിനോദിനെ പരിചയപ്പെടുത്തേണ്ടതില്ല, മലയാള സിനിമയ്ക്ക് സുപരിചിതനാണ്. പക്ഷെ ഇപ്പോൾ നീലിയുടെ അച്ഛനാണ്, അങ്ങനെയാണ് കൂടുതൽ അറിയുന്നത് അല്ലേ? അതെ. ഫൈറ്റ് മാസ്റ്റർ ആയിരുന്നു. ഫൈറ്റ് മാസ്റ്റർ. ഏതൊക്കെ സിനിമകളിൽ? ഫിലിംസ് കുറേ ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിഹാസയിലൊക്കെ ഫസ്റ്റ് സീക്വൻസ് ഫസ്റ്റ് ഫൈറ്റ് ഞാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടായിരുന്നു എൻ്റെ ഡയറക്ടർ ബിനു. പിന്നെ സിംഹാസനം എന്ന് പറഞ്ഞ സിനിമയിൽ, പിന്നെ അതേപോലെ ജയ ജയ ഹേ ഞാനും പിന്നെ ഫെലിക്സ് എന്ന് പറഞ്ഞ മാസ്റ്ററും കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇനി വരാൻ പോണത് ഇന്ത്യൻ 3യിൽ
വരുന്നുണ്ട്, 2 അല്ല ഇന്ത്യൻ 3-ല് 3-ൽ വരുന്നുണ്ട്. അതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ഞാനും പിന്നെ മൈക്ക് മുള്ളർ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ആക്ഷൻ കൊറിയോഗ്രാഫി ടെസ്റ്റ് ഉണ്ട്, കോർഡിനേഷൻ അല്ല. എത്ര കാലമായി ശരിക്കും ഓർമ്മയിലേ ഉണ്ടാവും അല്ലേ ഇവിടെ ഈ ഉണ്ട്. കളരിയൊക്കെ? അതെ അതെ. അച്ഛനായിട്ട് തുടങ്ങിയത്? അത് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് എത്തിച്ചത് ഞാനും അനിയനും കൂടിയിട്ടാണ്. പക്ഷേ വളരെ ചെറുപ്പത്തിൽ അച്ഛൻ ഒരു ഇവിടുത്തെ ഒരു ശൈലിയുണ്ട്, പാണ്ഡവ ശൈലി എന്ന് പറയും, യുദ്ധമുറ. അത് അച്ഛനാണ് പരിശീലിപ്പിച്ചിട്ടുള്ളത്. നല്ല ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും നമ്മൾ അധികം കാണുന്നുകൂടിയില്ല. എല്ലാം ആ ഒരു പഴയ പാരമ്പര്യത്തിൻ്റെ എല്ലാം കാണാം ഇവിടെ. അതെ. ശരിക്കും എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ആദ്യം ഇപ്പോൾ ബോഡി ഫിറ്റ്നസ്, അങ്ങനെ പിന്നെ സ്കിൽ, ആക്ടിങ്, അങ്ങനെയൊക്കെ നോക്കും തോന്നുന്നു അല്ലേ? എങ്ങനെയാണ് കുട്ടികളിലേക്ക് എങ്ങനെയാണ് ഇത് എത്തിക്കുന്നത് കളരിയെ? ഏറ്റവും ആദ്യം വരുന്ന കുട്ടികളുടെ അവരുടെ ആവശ്യം എന്താണെന്നുള്ളത് ആദ്യം നോക്കും. കാരണം അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. ചില ആൾക്കാർക്ക് നല്ല പെർഫോമർ ആവണം എന്നുണ്ടാവും. ചില ആൾക്കാർ പറയും ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആക്ടിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ ചോദിക്കും. ഇനിയും ചില ആൾക്കാർ സ്പോർട്സിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ളതാണ്. ചില പേരൻസ് വികൃതി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവരുന്നവരും ആദ്യം അങ്ങനെ അല്ലായിരുന്നു. ആദ്യം കളരിക്കോ കരാട്ടയ്ക്കോ പോയാൽ നിലവിലുള്ള വികൃതി കൂടുന്നുള്ള പേടിയായിരുന്നു. കൂടുതൽ ഫൈറ്റ് ചെയ്യല്ലോ വീട്ടിൽ. അതെ അതെ. പക്ഷെ ഇപ്പോഴത്തെ പേരൻസിന് മനസ്സിലായി അവരെന്തുകൊണ്ടാണ് വികൃതി കാണിക്കുന്നത്, അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളില്ല, അപ്പോൾ അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അത്രയും മാക്സിമം ആ ഊർജത്തിനെ കളരിയിൽ ഇറക്കിയിട്ട് അത് നല്ല രീതിയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ കാമാവും എന്നുള്ളൊരു ഇത് എല്ലാവർക്കും അറിയാൻ തുടങ്ങി. അപ്പോൾ അതിനായിട്ട് കൊണ്ടുവരാറുണ്ട്. ഒരു പ്രത്യേകിച്ച് ഒരു മാർഷ്യൽ ആർട്ട്, അതായത് ഇപ്പോൾ കുംഫുവ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് മാത്രം അങ്ങനെ പഠിപ്പിക്കുമോ? ശരിക്കും എനിക്ക് എല്ലാ മാർഷ്യൽ ആർട്സും അങ്ങനെ പഠിപ്പിക്കാവുന്ന തരത്തിൽ അങ്ങനെ ഫുള്ളായി പഠിപ്പിക്കാവുന്ന അത്രയുള്ള അറിവില്ല, എനിക്കില്ല. ഞാൻ എല്ലാറ്റിൻ്റെയും ഒരു അത്യാവശ്യം കുറച്ച് ബേസിക്സ് ആണ് പഠിച്ചാണ്. അപ്പോൾ പിന്നെ നല്ല ഒരുപാട് ടാലൻറ്റഡായ കഴിവുള്ള മാസ്റ്റേഴ്സൊക്കെ എനിക്ക് ഫ്രണ്ട്സായിട്ടുണ്ട്. സിനിമാ ഫീൽഡിലും ഉണ്ട്, പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ കളരി തന്നെ ഇവിടുത്തെ ശൈലിയാണ് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നല്ലോണം അറിയുള്ളൂ. ബാക്കിയുള്ള ശൈലികളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ എല്ലാ കുട്ടികൾക്കും വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ശൈലി പഠിപ്പിക്കുന്നവരുടെ ഒപ്പം തന്നെ എല്ലാവർക്കും ഒരു ടച്ച് കൊടുക്കും. എല്ലാ മാർഷ്യൽ ആർട്സിൻ്റെ ഒരു ടച്ച് കൊടുക്കും. പിന്നീട് അവർക്ക് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ മാസ്റ്ററുടെ അടുത്ത് പോകണമെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാനൊക്കെ തയ്യാറാണ്. അങ്ങനെയാണ്. അതുപോലെ ഈ പ്രതിമ, ഹനുമാന്റെ പ്രതിമ, മോള് പറഞ്ഞത് അച്ഛൻ ഉണ്ടാക്കിയതാണെന്ന്. അതെ അതെ. ഏത് സമയത്ത് എങ്ങനെയാണ്? കോവിഡിൻ്റെ സമയത്താണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ അവിടെ ഒരു പഞ്ചവിഗ്രഹ പ്രതിമയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കൂടിയിട്ടായിട്ട് അദ്ദേഹമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ശില്പിയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വരെ എത്തിയപ്പോഴേക്കും ആൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. കാരണം കോവിഡ് വന്ന് മുറുകി ആർക്കും പുറത്തിറങ്ങാനൊന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അതങ്ങനെ കിടന്നാർന്ന സമയത്ത് അത് ഫിനിഷ് ചെയ്യാൻ പറ്റാതെ ഞാൻ വേറെയും ആൾക്കാരെ അന്വേഷിച്ചു. പക്ഷെ ആർക്കും ഒഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു. അങ്ങനെ തനിയെ ഏറ്റെടുത്തു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ആദ്യം അതാണ് ഫിനിഷ് ചെയ്തത്. അതിനുശേഷം അത് ഫിനിഷ് ചെയ്തപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ കണ്ണിലേക്ക് നോക്കുമായിരുന്നു. ഭയങ്കര എനർജി തരുന്നൊരു കണ്ണാണ് അല്ലേ? ശരിക്കും ഒരു ശില്പിക്ക് മാത്രം പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പ്രതിമകൾ ഉണ്ടാക്കുമ്പോൾ വല്ല വ്രതമോ അങ്ങനെ എന്തെങ്കിലും എടുക്കുമായിരുന്നോ? വ്രതം ഓൾറെഡി കളരിയിലൊരു ചിട്ടയും കാര്യങ്ങളും പോകുന്നുണ്ട്, അതുണ്ട്. പിന്നെ വ്രതമായിട്ട് എടുക്കേണ്ടി വന്നില്ല. ഓൾറെഡി ഭക്ഷണം കഴിക്കില്ല, എല്ലാം മറന്നു. അപ്പോൾ ശരിക്കും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണില്ല, ഉറക്കമില്ല. ഏതോ ഒരു ഇതിൽ ലോക്കായ പോലെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും കാണും, വീണ്ടും കയറിയിട്ട് അത് ഫിനിഷ് ചെയ്യാൻ നിൽക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ വളരെ കുറവായിരുന്നു. എനിക്ക് തോന്നുന്നത് അതൊരു വ്രതമായിട്ട് വന്നിട്ടുണ്ടാവും. ഇവരെല്ലാവരും ഹെൽപ്പ് ചെയ്തു കേട്ടോ, ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പറഞ്ഞു മോള് ആ ഭാഗത്തുള്ള ഇലകളൊക്കെ ഉണ്ടാക്കിയത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. പിന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, സ്റ്റുഡൻസ് എല്ലാവരും വന്ന് ഇതൊരു ആഘോഷം പോലെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്താ മോളെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? മോളെക്കുറിച്ചും മോനെക്കുറിച്ച് പിന്നെ അതേപോലെ തന്നെ കളരിയിൽ എനിക്ക് തോന്നുന്നു ഇവളെക്കാളൊക്കെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവൾക്ക് ഇപ്പോൾ ഒരു ഭാഗ്യം കിട്ടിയതുകൊണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നു. പക്ഷേ ഇനിയും ഒരുപാട് ആൾക്കാർ വരാനുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരുടെ കാര്യത്തിലും ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഗുണം ഉണ്ടായത് ഇവരെന്തും അനുസരിക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുന്നു. പിന്നെ എന്താണ് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഞങ്ങൾ വെറുതെ ആൻസർ കൊടുക്കല്ല, അത് ഇന്നതാണ് കാരണം എന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ സീനിൽ കണ്ടപ്പോൾ എന്താ തോന്നിയത്? മോളെ സീനിൽ കണ്ടപ്പോൾ ഇന്നലെയും കൂടിയും കണ്ടു. അതായത് ആദ്യം കണ്ടപ്പോൾ മൊത്തം അതായത് ഷൂട്ടാണെന്നുള്ളത് ആ ടൈമിൽ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഫുൾ ടൈം ഞാനും വൈഫും അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷേ തിയേറ്ററിൽ കണ്ട സമയത്ത് അറിയാതെ പോലും അത് ആ മേക്കിങ്ങിൻ്റെയും കൂടി ബ്രില്യൻസിയാണ്.
അതിലേക്ക് ലയിച്ചു പോയി. അങ്ങനെ വന്നിട്ട് എനിക്ക് ഏറ്റവും എഫക്റ്റ് ചെയ്ത് ഇവളുടെ ദേഹത്ത് സ്പീർ അങ്ങനെ അറ്റാക്ക് കിട്ടണതും പിന്നെ ഇവളുടെ ആ ഒരു അസുഖം വന്ന പോലത്തെ ഒരു ഫേസും കാര്യങ്ങളൊക്കെ കൂടി വന്നതാണ് പെട്ടെന്ന് ഫീൽ ചെയ്തത്. രണ്ടാം തവണ അതിപ്പോൾ ഇന്നലെ കണ്ടപ്പോഴും ബാക്കി ഫൈറ്റൊക്കെ എൻജോയ് ചെയ്തു ഞാൻ. പക്ഷെ അതിന് തൊട്ട് മുമ്പ് ആ ഒരു സീക്വൻസ് എത്തിയപ്പോൾ സ്റ്റക്കായി പോയി. നമ്മൾ സിനിമ കാണുമ്പോൾ ആ ഒരു സീൻ മാത്രല്ലേ കാണുന്നുള്ളൂ, അതെ അതെ, അതിന്റെ പിറകിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് ഉറപ്പായിട്ടുണ്ട്. അല്ലേ? ഇപ്പം മോള് തന്നെ സംസാരിക്കുമ്പം ഈ ആംഗിളിലായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛനടുത്ത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത്യാവശ്യം ചോദിക്കാറുണ്ട് ഇവൾ അങ്ങോട്ട് ഇങ്ങനെ ഫ്രെയിമൊക്കെ വെക്കുമ്പോൾ ലുക്ക് എങ്ങോട്ടാണ് ഞാൻ ചെയ്യേണ്ടത്, പിന്നെ കണ്ടിന്യൂറ്റി പോവാതിരിക്കാൻ അനങ്ങാതെ കറക്റ്റ് ആ പോയിന്റിൽ തന്നെ അവിടെ തന്നെ നിൽക്കും. അതൊക്കെ സിനിമയിൽ പാലിക്കേണ്ട ഡിസിപ്ലിൻസ് ആണ്. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക, ഒരു ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും പെട്ടെന്ന് മാറാതിരിക്കുക, കണ്ടിന്യൂറ്റി മിസ്സാവാതിരിക്കാൻ. ഇനി സപ്പോസ് മാറാന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക, സെൽഫ് മാർക്ക് ചെയ്യുക. പിന്നെ ഡ്രസ് കണ്ടിന്യൂറ്റി പരമാവധി നമ്മുടെ സെൽഫ് കണ്ടിന്യൂറ്റിയും നോക്കുക, മോഷൻ കണ്ടിന്യൂറ്റി മാത്രമല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സെറ്റിൽ ചെല്ലുമ്പോൾ അവരെ ഫ്രീ ആക്കണം, ഡയറക്ടർക്കൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റണം. നമ്മളാൽ അവർക്ക് ഇറിറ്റേഷൻ കൊടുക്കരുത്. കാരണം അവരുടെ മൈൻഡിൽ ഫുള്ള് ആ ഒരു സീൻ എങ്ങനെ എടുക്കണം എന്നുള്ളതായിരിക്കും. അപ്പോൾ അതിലേക്ക് സഹകരിക്കാനും ബ്ലെൻഡ് ആവാനും വേണ്ടിയിട്ട് ഇവർ പാലിക്കേണ്ട കുറച്ച് കാര്യം, ഇവരല്ല എല്ലാവരും പാലിക്കണം. എത്ര കുട്ടികളുണ്ട് ഏകദേശം ഇവിടെ? ഇപ്പോൾ 65-70 കുട്ടികൾ ഓൾമോസ്റ്റ് ഉണ്ട്. പക്ഷെ കൃത്യമായിട്ട് എത്തുന്നത് ഒരു 35 ഒക്കെ പേരായിരിക്കും കൃത്യമായിട്ട് എത്തുക. കുറേ പേര് ഒരുപാട് അകലേന്ന് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ വീക്കിലി 1 ടൈമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് അവർ വന്ന് പഠിച്ചെടുക്കുക. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ആക്ടിവിറ്റി ദുർഗക്കുട്ടി അച്ഛനും കൂടി ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓക്കെ അല്ലേ? ഇത് പല വെയിറ്റ് ഇല്ലതാണല്ലേ? ഇപ്പോൾ പെർഫോം ചെയ്യാൻ ഈ വെയിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ശരിക്കും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിറ്റുള്ള തന്നെ തരും. ആദ്യം തുടക്കത്തിൽ വെയിറ്റ് കുറഞ്ഞത് ഉപയോഗിച്ചിട്ടാ ചെയ്യുക? ഏറ്റവും ഒന്നുമില്ലാതെ സോഡൊന്നും ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ കൈകൊണ്ട്. പിന്നെ അത് ഏറെക്കുറെ അങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സോഡ് ഉള്ളതായിട്ട് സങ്കല്പിച്ച് ചെയ്യണം. നമ്മൾ മൂവ്മെൻറ്റ് ചെയ്യണുണ്ടാവും, പക്ഷെ കൈയൊക്കെ പുറകിലേക്ക് കെട്ടി ചൂടുകൾ ചെയ്യും, പക്ഷെ അതിനോടൊപ്പം സോഡ് യൂസ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കണം. പിന്നെ അത് കഴിഞ്ഞ് വുഡിൻ്റെ, മരത്തിൻ്റെ. ഈ വിനോദിനോട് പറയാനുള്ളത്, പെൺകുട്ടികളെ ഇന്നത്തെ കാലത്ത് സെൽഫ് ഡിഫെൻസ് ഏറ്റവും ആവശ്യമാണ്. അതെ. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് തുടങ്ങിക്കൂടെ? ഉണ്ട്, ക്ലാസ് ഉണ്ട് ഓൾറെഡി ഇവിടെ ഉണ്ട്. പിന്നെ സ്കൂളുകളിൽ മോൻ പഠിക്കുന്ന സ്കൂളിലുണ്ട്, മോള് പഠിക്കുന്ന സ്കൂളിലൊക്കെ ചെയ്യാറുണ്ട്. അവർക്ക് അതായത് സെൽഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. കുറേ ടെക്നിക്കുകളും ട്രിക്കുകളും ഉപയോഗിക്കാതെ ഏറ്റവും ആദ്യം അവർക്ക് ഒരു സാഹചര്യം വരുന്ന സമയത്ത് ആ സാഹചര്യത്തിൽ അവർക്ക് ടെൻഷനോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ട് സ്റ്റക്ക് ആവാൻ പാടില്ല. ആദ്യം മൈൻഡിനാണ് അതിനുള്ള പ്രാക്ടീസ് കൊടുക്കുക. അപ്പോൾ ഒരു സാഹചര്യം വന്നാൽ അവർ പെട്ടെന്ന് വയലൻ്റ് ആവലോ അല്ലെങ്കിൽ പേടിക്കലോ ഉറക്ക കരയിലോ അല്ലെങ്കിൽ ചിലവർ ഒരു ഇൻസിഡൻറ്റ് വരുമ്പോൾ സ്റ്റക്കായി പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആദ്യം മനസ്സ് ക്ലിയർ ആക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി അവർക്ക് നോക്കാൻ ഒബ്സർവ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം. അവർ കാമായി ഇരുന്നെങ്കിൽ മാത്രമാണ് രക്ഷപ്പെടാനുള്ള സ്പേസുകളോ അല്ലെങ്കിൽ ആ വ്യക്തി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനോ അയാളുടെ വീക്ക്നെസ് എന്താണെന്ന് അറിയാനോ ഒക്കെ ഒരു ടൈം കിട്ടും. അതാണ് 2ാമത്തെ സെക്ഷൻ പഠിപ്പിക്കുക, ഒബ്സർവ് ചെയ്യുക. 3ാമത്തെ സെക്ഷനിൽ പിന്നീട് നമുക്ക് എന്താണ് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുക. കാരണം എല്ലാവരും പവർഫുൾ ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ എല്ലാവർക്കും എന്താ പറയുക, ഓപ്പോസിറ്റുള്ള ആളതിനും ചിലപ്പോൾ ഓപ്പോസിറ്റുള്ള ആളൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നതായിരിക്കില്ല, ഡ്രഗ്സോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം രക്ഷപ്പെടാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ടൂളുകൾ കിട്ടുമോ, ഇനി അറ്റ്ലീസ്റ്റ് ഒന്നുമില്ല ഒരു പാനിങ്ങിലും കിട്ടുമോ, എന്തെങ്കിലും നമ്മുടെ കയ്യിൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് തൊട്ടാണ് ആക്ടിവിറ്റി തുടങ്ങുക. അപ്പോൾ ആ സാഹചര്യത്തിൽ അവർക്കത് ചെയ്യാൻ പറ്റണം. അപ്പോൾ കിതപ്പോ തളർച്ചയോ ഒന്നും പാടില്ല. ഏറ്റവും നമുക്ക് ദേഷ്യം വന്നാലോ ഏറ്റവും നമ്മുടെ ബോഡി ഹീറ്റായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്ന് എത്രയും പെട്ടെന്ന് അയാളെ പെട്ടെന്ന്, അതെന്ന് വെച്ചാൽ അയാൾക്ക് മരണം പോലത്തെ കാര്യങ്ങൾ ഉണ്ടാവാനും പാടില്ല. എത്രയും പെട്ടെന്ന് അയാൾക്ക് എനിക്ക് വരാൻ പറ്റരുത്. അയാൾക്ക് എനിക്ക് വരാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. അതിലേക്കുള്ള ഒരു അറ്റാക്കോ കാര്യങ്ങളോ ഇവർക്ക് അത് മാത്രം നിരന്തരം പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമാണ് ഇതും നടക്കുള്ളൂ. ഇത് മനസ്സിൽ കണ്ടാണല്ലേ ഭദ്രനാരി എടുത്തത്? തീർച്ചയായിട്ടും അല്ലേ? കുട്ടികൾക്ക് വേണ്ടത് ഒബ്സർവേഷൻ ആണ്, നിർബന്ധമായിട്ടും വേണം. ക്ഷമ, അതേപോലെ തന്നെ പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇപ്പോൾ
ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുറേ പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റണം. ഇപ്പം നോർമലി പെട്ടെന്നൊരു ഇത് വന്ന ഒരു ആക്ഷൻ, ഇപ്പോൾ റിഫ്ലക്സ് ആക്ഷൻ പോലെ നമ്മളറിയാതെ ബ്ലോക്ക് ചെയ്യുന്നത് പെട്ടെന്ന് ഇങ്ങനെയായിരിക്കും. അപ്പം മറ്റത് ഇപ്പോൾ തലയിലേക്ക് എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കൈ വെക്കുന്നതിന് പകരം പെട്ടെന്ന് വരുമ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കും. പക്ഷേ ഈ ഒരു പോർഷൻ വെച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിന്നിട്ട് ബ്ലോക്ക് ചെയ്യുന്നല്ല ചെയ്യുക. അല്ല, ആ നിമിഷത്തിൽ നമ്മൾ അങ്ങോട്ട് നമ്മുടെ നോർമൽ ആക്ഷൻ വരുന്നത് പ്രാക്ടീസ് ഉള്ള കാരണം കൊണ്ട് ഇങ്ങനത്തെ ഒരു ആക്ഷൻ ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ പെട്ടെന്ന് മേത്തേക്ക് വരുമ്പോൾ കാലിൻ്റെ മുട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മേത്തേക്ക് വരാതിരിക്കാൻ. പിന്നെ ചിലത് മേത്തേക്ക് വരുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ഒന്ന് ഒഴിഞ്ഞു മാറും, സ്പൈഡർമാനൊക്കെ ഒഴിഞ്ഞു മാറണം. അപ്പം നമ്മൾ കൊച്ചു നീലിയുടെ കുറേ വിശേഷങ്ങൾ കേട്ടു. ആൻറ്റി ഇങ്ങോട്ട് വരുമ്പോഴേ അവിടെ ഓഫീസിൽ നിന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഒരു വലിയ ഹായ് വേണമെന്ന്. സിനിമ കണ്ട ആരാധകരുണ്ട് അവിടെ. അപ്പം എല്ലാവർക്കും ടീം മീഡിയയുടെ പ്രേക്ഷകർക്കും അതുപോലെ എല്ലാവർക്കും ഒരു വലിയ ഹായ് പറഞ്ഞു. ഹായ്.